ലോകമെമ്പാടും ഇന്ന് ടെലിവിഷനിലൂടെയും വെബ്സൈറ്റിലൂടെയും ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ വലിയ ഉണർവിൻ്റെ ഭാഗമാകുവാൻ കർത്താവ് നിങ്ങൾക്കൊരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് നമ്മൾ വരികയാണ്. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 4 വാക്യങ്ങൾ നമ്മൾ വായിക്കും. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വാക്ക് 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവുമാണ്. പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായിട്ട് തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് ശ്ലീഹ പന്തൂസിയിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ആസിയയിലും ഏഷ്യ മൈനറിൽ ചെതറിപ്പാർക്കുന്ന പരദേശികൾക്ക് ലേഖനം എഴുതുമ്പോൾ ഈ കടന്നുപോകുന്ന ശോധനകൾ, ഈ കടന്നുപോകുന്ന പരീക്ഷണങ്ങൾ, ഈ കടന്നുപോകുന്ന പരിശോധനകൾ ഇത് നിങ്ങളുടെ മാറ്റു വർദ്ധിക്കുകയേ ഉള്ളൂ എന്നറിഞ്ഞ് കർത്താവിൻ്റെ കൃപയിൽ വർദ്ധിച്ചു വാ എന്ന പ്രബോധനം നൽകുവാൻ എടുക്കുന്ന ലേഖനമാണ് 1 പത്രോസിൻ്റെ ലേഖനം. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 വാക്യങ്ങൾ ഇന്ന് ഉണ്ട്. അത് തുടങ്ങുന്ന സത്യത്തിൽ 3-ാം വാക്യത്തിലാണ്. 3-ാം വാക്യം കൂടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മുടെ കർത്താവായ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന പ്രകാരം നമ്മെ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിലുള്ള പുനരുദ്ധാനത്താൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോ ആ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിലൂടെ നിങ്ങൾക്കും എനിക്കും എന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അതാണ് 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയവും മാലിന്യവും വാട്ടവും എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞില്ല, എന്നോടൊന്ന് ഉറക്കെ പറയണം. അവകാശത്തിനായിട്ട് തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇവിടെ പത്രോസ് ശ്ലീഹ പറയുന്നു, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ? ഉയർത്തെഴുന്നേറ്റ യേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഏതിലേക്കാണ് വീണ്ടും ജനിച്ചത് എന്നാണ് ഇവിടെ അടുത്തത് കാണുന്നത്. ക്ഷയം, ചേർന്ന് പറഞ്ഞോ, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി. ഹല്ലേലൂയ. അതിനോട് ചേർന്നൊന്ന് പറഞ്ഞേ, ക്ഷയവും മാലിന്യം, വാട്ടവും എന്നിവയില്ലാത്ത അവകാശത്തിനായി വീണ്ടും ജനിച്ചവനാണ് ഞാൻ. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ ലഭിച്ച അവകാശത്തിന്റെ 4 വിവരണം അവിടെ പറയുന്നേ. അത് ക്ഷയിക്കുന്നതല്ല. എന്നോട് ചേർന്നത് പറഞ്ഞു, എൻ്റെ അവകാശം ക്ഷയിക്കുന്നതല്ല. ഇല്ല. ഒന്നുകൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞു, എൻ്റെ അവകാശം ക്ഷയിച്ചു പോകുന്നതല്ല. നമുക്ക് ഇംഗ്ലീഷിൽ ചില വാക്യങ്ങൾ വായിച്ചാൽ ചിലപ്പോൾ കൂടുതൽ അർത്ഥവ്യാപ്തി കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ ന്യൂ ഇന്റർനാഷണൽ വേർഷൻ NIV-ക്കകത്തുള്ള ഒരു വാക്യം ഈ വാക്യത്തിനെ ഒന്ന് വായിക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ആശയം കിട്ടും. പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനത്തിന് 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. 1 പത്രോസ് 1-ന്റെ 4-ാമത്തെ വാക്യം. ആൻഡ് ഇൻ ടു ദ ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാലോ, അവകാശം.
and inherit into the inheritance that can never perish. Never perish. Perish എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക. Never perish എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, ഒരിക്കലും നശിക്കാത്ത. Never ever perish. ഒരിക്കലും നശിക്കാത്ത. Never perish, spoil and fade. 3 കാര്യം അവിടെ പറഞ്ഞേ. Never perish, spoil, never spoil, never fade. ഫെയ്ഡ് ആകാത്ത, സ്പോയിൽഡ് ആവാത്ത, നഷ്ടപ്പെട്ടു പോവാത്ത. നിങ്ങൾക്ക് യേശുക്രിസ്തുവിലൂടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വിശ്വസിച്ചപ്പോൾ കിട്ടിയ അവകാശത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ആ അവകാശം ഫെയ്ഡ് ആകാത്തതാണ്, മങ്ങിപ്പോകാത്തതാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞേ, മങ്ങാത്തതാണ്, നശിക്കാത്തതാണ്. പിന്നെ എന്നാ ഒരെണ്ണം പറഞ്ഞു, POC ബൈബിൾ വായിക്കാം. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ സാധാരണക്കാരൻ്റെ ഭാഷ, പല വേർഷനുകൾ വായിച്ചാൽ അത് മനസ്സിലാവുന്നത്. ഒന്ന് വായിച്ചോ. നിങ്ങൾക്കായി സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും, കണ്ടോ, അക്ഷയവും, കണ്ടോ, നല്ല മലയാളം അല്ലേ, അക്ഷയവും, ക്ഷയമില്ലാത്തതും, അക്ഷയവും, കളങ്കരഹിതവും, ഒളിമങ്ങാത്തതുമായ, പുതുക്കം നഷ്ടപ്പെടാത്തതുമായ അവകാശത്തിലേക്ക് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ഫെയ്ഡ് ആകാത്ത, നശിക്കാത്ത, ഉറക്കെ പറ, നശിക്കാത്ത. നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിലെ ആ വാക്യം ഒന്ന് വായിച്ചു രേഷ്മ, അപ്പൊ അത് കൂടുതൽ അത് മനസ്സിലാവും. അവിടുന്ന് തന്റെ കരുണാധികാരത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി, കണ്ടോ, ഇത് നമുക്ക് കിട്ടിയത് യേശുക്രിസ്തുവിന്റെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉത്ഥാനം വഴിയാണ്. ഇതിന് നിങ്ങളും ഞാനും വില കൊടുത്ത് നേടിയതല്ല. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റത് ഇത് നിങ്ങൾക്കും എനിക്കും തരാനാണ്. എന്ത് നിങ്ങൾക്കും എനിക്കും തരാനാണ്? ക്ഷയമേൽക്കാത്ത, വാട്ടം തട്ടാത്ത, ഒരിക്കലും നശിക്കാത്ത ഒരവകാശം നിങ്ങൾക്കും എനിക്കും തരാൻ വേണ്ടിയാണ് യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. ആമേൻ. ഹല്ലേലൂയ. ഒരു പക്ഷെ ഇന്ന് എന്നെ ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്റേതെല്ലാം തീരാൻ പോവുകയാണോ? നോ, നെവർ. ഇന്ന് ഉറപ്പിച്ച് ഞാൻ പറയാം, തീരാൻ പോവുകയല്ല. കാരണം നിങ്ങൾക്ക് കിട്ടിയത് തീരുന്നതല്ല. അടുത്തിരിക്കുന്ന അവിടെ പറഞ്ഞേ, നിങ്ങൾക്ക് കിട്ടിയത് തീരുന്നതല്ല, വർദ്ധിക്കുന്നതാണ്, ക്രമാനുഗതമായി വർദ്ധിക്കുന്നതാണ്, ഓരോ ദിവസവും വർദ്ധിക്കുന്നതാണ്. കാരണം ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലല്ല. ഹലോ, ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലായിരുന്നെങ്കിൽ ചങ്ങനാശ്ശേരി വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഇത് ബാധിച്ചേനെ. ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലല്ല, മഞ്ഞുരുകുമ്പോൾ മുങ്ങിപ്പോകാൻ. ഇത് സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ കോഴിക്കോടിന്റെ കീഴേ അല്ല, ഇത് സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. ഓ, എത്ര പേര് സ്വീകരിക്കുന്നത് എനിക്കറിയത്തില്ല. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ അവകാശിയായി തന്നെ തുടരും. കാരണം ഈ അവകാശത്തെ അന്യാധീനപ്പെടുത്തുവാൻ ഒരുത്തനും പറ്റുകയില്ല. ഇത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാ, നിങ്ങളുടെ പേർക്ക് എഴുതിയിട്ടിരിക്കുന്നതാ. ഇത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഇത് ഫെയ്ഡ് ആകുന്നതല്ല, നാൾക്ക് നാൾ തേജസ് വർദ്ധിക്കുന്നതാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. തിരിച്ചു വന്നു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. 4ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ, സ്വർഗത്തിൽ തന്റെ മക്കൾക്കുള്ള അവകാശങ്ങളെ പറ്റിയാ പറഞ്ഞേ. എന്നിട്ട് പറയാ, ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് കിട്ടിയേ, ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാ ബന്ധം കിട്ടിയേ? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയവും മാലിന്യവും വാട്ടവും ഏൽക്കാത്ത ഈ അവകാശവുമായി നിങ്ങൾ എങ്ങനെയാ ബന്ധപ്പെട്ടേ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. ആ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചപ്പോൾ നിങ്ങളിൽ വന്നു ചേർന്നതായത്. അത് വിശ്വസിക്കുന്നവരാർത്ത് വിളിച്ച് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന മുഴുവൻ പേരും
തൻ്റെ ഇടത്തോടെ പറഞ്ഞു, എടാ മന്ത്രവാദി, നിന്നെ കൊണ്ട് ഇത് തൊടാനൊക്കത്തില്ല. കാരണം ഇത് ചങ്ങനാശ്ശേരിയിൽ അല്ലടാ മോനെ വെച്ചേക്കുന്നേ. നീ മന്ത്രവാദം ചെയ്യുന്ന നിന്റെ വീട്ടിൽ ഇരുന്നല്ലേ. ഇത് നിന്റെ വീടിന്റെ താഴെ അല്ലടാ കുഴിച്ചിട്ടിരിക്കുന്നേ. ഞങ്ങളുടെ അവകാശം സ്വർഗത്തിൽ ഭദ്രമാണ്. എൻ്റെ എത്ര പേര് അത് ഏറ്റെടുക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അവകാശം സ്വർഗത്തിൽ ഭദ്രമാണ്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. ക്ഷയം വായിച്ചോനെ. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അതിൻ്റെ അകത്ത് കേറത്തില്ല. മാലിന്യം അതിൻ്റെ അകത്ത് കേറത്തില്ല. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉള്ളത് കൊണ്ടല്ല, അവിടെ മാലിന്യം ഇല്ലാത്തതുകൊണ്ടാ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. വാട്ടം തട്ടാത്തതിന്റെ കാര്യം, ഇതിന് വാട്ടം തട്ടിക്കാൻ ഒരു സൂര്യനേ ഉള്ളൂ. അവൻ നീതി സൂര്യനാണ്. അവനാ നിങ്ങൾക്ക് ഈ അവകാശം തന്നവൻ. കമോൺ, എത്ര പേര് അത് സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇതാ ഞാൻ പറഞ്ഞേ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുക തന്നെ ചെയ്യും. താഴ്ച പ്രാപിക്കയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. കാരണം നിങ്ങളുടെ അവകാശം സ്വർഗത്തിൽ സംഗ്രഹിച്ചതാണ്, സ്വർഗത്തിൽ വെച്ചിരിക്കുന്നതാണ്, വാട്ടം തട്ടാത്തതാണ്. നിങ്ങൾ ഈ അവകാശത്തെ സ്വീകരിച്ചവരല്ല, അവകാശത്തിൽ ജനിച്ചവരാണ്. അതാ എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയേ. ഇതിലേക്കാ നിങ്ങൾ ജനിച്ചിരിക്കുന്നേ. ഒന്ന് ഏറ്റെടുത്തേ ആ പദത്തെ. ഈ അവകാശത്തിലാ നിങ്ങൾ ജനിച്ചു വീണിരിക്കുന്നേ. എന്നോട് ചേർത്തൊന്ന് പറഞ്ഞു, ഈ അവകാശത്തിലാ ഞാൻ ജനിച്ചിരിക്കുന്നേ. ഈ അവകാശത്തിനായി ഞാൻ ജനിച്ചിരിക്കുന്നു. എന്നതാ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നേ. താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്ക്. കെടുന്ന ബീജത്താലല്ല, അറിയാവുന്നവര് പറ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ജനനം എന്ന കാര്യം പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 11 വിശദീകരണം എന്നിട്ട് പറയുക. നിങ്ങൾ അവകാശത്തിലാ ജനിച്ചേ. നിങ്ങൾ ജനിച്ച ഈ അവകാശത്തെ പറ്റി ദൂതന്മാർ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. നോക്കിയവർ പറഞ്ഞു, ഞങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ. ദൂതന്മാർ കുനിഞ്ഞു നോക്കി. അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങൾക്കുള്ളതല്ല. കാരണം ദൂതനെ ഒറ്റ ഒരുത്തനെ പോലും പുത്രാന്ന് വിളിച്ചിട്ടില്ല. പുത്രാന്ന് വിളിക്കുന്ന ഒരു തലമുറ വരുന്നുണ്ട്. പുത്രന്മാരെന്നറിയപ്പെടുന്ന പുത്രന്മാരെന്നറിയപ്പെടുന്ന ഒരു തലമുറ വരുന്നുണ്ട്. അവർ വായിച്ചോ വാക്യം മോനെ, വേണമെങ്കിൽ വായിച്ചോ. ഞാനത് പറയുന്നതിനെക്കാട്ടും നല്ല വായിക്കുന്നതായിരിക്കും. ദൂതന്മാർ കുനിഞ്ഞു നോക്കി ഇതിലേക്ക്. അതാണ് ശ്രദ്ധിക്കണ്ടേ. ക്ഷയം, മാലിന്യം, വാട്ടം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 11-ാമത്തെ വാക്യം നോക്കിയേ. 10 മുതൽ വായിച്ചോ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കണ്ടോ, നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരിക്കുന്നു. അവർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചു. അവരിലുള്ള ക്രിസ്തു ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വേണ്ടി വരേണ്ടിയ ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും. ഒരു 1.5 മണിക്കൂറത്തെ ഒരു സാധനമായിട്ടോ, അതൊന്ന് പിടിച്ചോണേ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ പോയി പ്രസംഗം ചേക്കണേ. അത് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും എന്നതാണ്. ക്രിസ്തുവിന് രണ്ടായിട്ട് പത്രോസിലേക്ക് അതിനെ ഡിഫൈൻ ചെയ്യുക. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. ക്രിസ്തുവിന്റെ കഷ്ടവും പിന്നീട് വരുന്ന മഹത്വവും. ആമേൻ. പല വാക്കുകൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഏറ്റെടുക്കാൻ പറ്റുമായിരിക്കും. ക്രിസ്തു കഷ്ടത്തിലാകുന്നതോടുകൂടെ പിന്നെ വെളിപ്പെടാൻ പോകുന്ന മഹത്വം. ഹല്ലേലൂയ. ഹലോ, തൊട്ട് വായിച്ചോ, അപ്പൊ അത് മനസ്സിലാവും കൂടുതൽ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ, അവര് കണ്ടു ഇതിനെ പറ്റി. പ്രവചിച്ച പ്രവാചകന്മാർ ഇത് കണ്ടു. പ്രവചിച്ച പ്രവാചകന്മാർ സൂചിപ്പിച്ച സമയം ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. ഇതിനെ ആരാഞ്ഞന്വേഷിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് പറഞ്ഞ് അവർ ആരാഞ്ഞന്വേഷിച്ചു. അടുത്തത്, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും. അവരിലും ഉണ്ടായിരുന്നു ക്രിസ്തുവിന്റെ ആത്മാവ്. അവർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തു.
ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയെ കുറിച്ച് മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അടുത്ത പദം പറയുമ്പോൾ കരമടിച്ച് സ്വീകരിച്ചോണം. അടുത്തത് തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ. കരമടിച്ച് യേശുവിന്റെ മഹത്വം. ആമേൻ. അവര് നോക്കി, അവർക്ക് മനസ്സിലായി അവർക്കല്ല. പ്രൈസ് ഗോഡ്. തങ്ങൾക്കല്ല, നിങ്ങൾക്കത്രേ. ആമേൻ. ഞാൻ അതിന്റെ വിവരണം ഒന്ന് പറയാം. ഇങ്ങോട്ട് നോക്ക്. അതിന്റെ വിവരണം ഒന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വർഗജീവികളാകുന്ന ദൂതന്മാർ ക്ഷയവും മാലിന്യവും വാട്ടവും കോട്ടവും തട്ടാത്ത അവകാശങ്ങൾ സ്വർഗത്തിൽ ഇരിക്കുന്ന കണ്ടിട്ട് പിതാവാം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇത് ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ? ദൂതന്മാർക്ക് ഇത് കൊടുത്തില്ല. ദൂതന്മാർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. കണ്ട ദൂതന്മാർ ഞെട്ടിപ്പോയി. എന്റെ ദൈവമേ, ഇത് ആർക്ക് വെച്ചിരിക്കുന്നതാ? ഇത് സ്വർഗദൂതന്മാർ ഞെട്ടിയ പോലെ തന്നെ പ്രവചനാത്മാവിൽ നിറഞ്ഞ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ആത്മാവിൽ ചെന്നിത് കണ്ടു. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും ക്രിസ്തുവിന്റെ കഷ്ടത്തിന് ശേഷം ത്രൂ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ വരുന്ന മഹിമയെയും അവര് പോയി കണ്ടു. ആരാ? ദൂതന്മാരും കണ്ടു, പ്രവാചകന്മാരും കണ്ടു. കണ്ട ഉടനെ അവർക്ക് മനസ്സിലായി, കാണാനേ നമുക്ക് യോഗമുള്ളൂ, അനുഭവിക്കാൻ നമുക്ക് യോഗമില്ല. 273 തലമുറ ഇത് കണ്ടു, തൊടാൻ പറ്റിയില്ല. നിങ്ങളെ ഇതിൽ ജനിപ്പിച്ചിരിക്കുന്നു. പോരാ. നിങ്ങളെ ഇതിൽ ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് തിരിച്ചറിയുക, ഞാൻ ഈ പറയുന്ന പദങ്ങൾ അതിനകത്ത് വലിയ അർത്ഥങ്ങൾ ഉള്ളതാകയാൽ അതിനെ ഇപ്പോൾ ഏറ്റെടുക്കുക, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അവകാശം കിട്ടുമോ എന്ന് ചോദിക്കുന്നവരല്ല, നിങ്ങൾ അവകാശത്തിൽ ജനിച്ചവരാണ്. ഹല്ലേലൂയ. 4-ാം വാക്യത്തിലേക്ക് പോവാം. ക്ഷയം, മാലിന്യം, വാട്ടം. വായിച്ചു. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ അവകാശത്തിന് വേണ്ടി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിന്റെ മലയാളം പ്രയോഗം ഒത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിന് മിസ്റ്റേക്ക് ഉണ്ടെന്നല്ല പറഞ്ഞ്, അർത്ഥവ്യാപ്തി വന്നിട്ടില്ല. പക്ഷെ ഇതിന്റെ റൂട്ട് മീനിങ് പോയി പഠിക്കേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, ഈ അവകാശത്തിലാ നിങ്ങൾ ജനിച്ചിരിക്കുന്നേ എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ, വിശ്വസിച്ച യേശുവിൽ കാലത്തിന് മുമ്പേ വെച്ചതായിരുന്നു അത്. ദൂതന്മാർ കുനിഞ്ഞു നോക്കിയതായത്. കേൾക്കുന്നുണ്ടോ? പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കിയതായത്. നോക്കിയ ദൂതന്മാർക്കും ആരാഞ്ഞു നോക്കിയ പ്രവാചകന്മാർക്കും മനസ്സിലായി, ഇത് ഞങ്ങൾക്കല്ല, ഇത് വേറൊരു തലമുറയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ. അവർ ഈ തലമുറയെ കാണാൻ ആഗ്രഹിച്ചപ്പോഴാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം കൊടുത്തു. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവരെ ഈ അവകാശത്തിൽ ജനിപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് അവതാരം കൈപ്പറ്റാൻ വന്ന ദാസന്മാരല്ല നിങ്ങൾ, അവകാശത്തിൽ ജനിച്ചവരാ. ഒന്ന് പറഞ്ഞേ, അവകാശത്തിൽ ജനിച്ചവരാണ്. ഉറക്കെ പറ, അവകാശത്തിൽ ജനിച്ചയാളാണ്. ഒരാളുടെ കരം കൊടുത്തൊന്ന് പറഞ്ഞേ, അവകാശത്തിൽ ജനിച്ചയാളാ. വിട്ടുകൊടുക്കരുത്. അതിക്കുറഞ്ഞൊന്നും കേട്ട് ഒതുങ്ങരുത്. അവകാശത്തിൽ ജനിച്ചയാളാ. ഹല്ലേലൂയ. ഇതിനെ അന്യാധീനമാക്കാൻ ആരൊക്കെ പ്രവർത്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇടത്ത് 1000 പേരുണ്ടാകും, വലത്ത് 10,000 പേരുണ്ടാകും. ചുമ്മാ ചിരിച്ചു കാണിച്ചേരെ, നിനക്കൊരു ദോഷവും വരുത്താൻ ഇവർക്ക് പറ്റുകയില്ല. കാരണം നിന്റെ അവകാശം ഇവരാരും കണ്ടിട്ടില്ലേ. സ്വീകരിച്ചോ. ഇല്ല, നീ അനുഭവിക്കുക തന്നെ ചെയ്യുക. ഇത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരെ ഉറക്കെ പറഞ്ഞു, ഞാനിത് അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നതാ. നിയമപരമായി ഞാൻ ഇതിന്റെ അവകാശിയ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വിശ്വസിച്ചു എന്ന കാരണത്താൽ ആരാ പിടിക്കുന്നേ? ആരാ ഏറ്റെടുക്കുന്ന ഈ വചനത്തെ?
ഈ വചനം എൻ്റെ തിറങ്ങുന്ന എനിക്ക് കാണാൻ കഴിയുന്നു. ആരെയൊക്കെ ഈ വചനം തൊടുന്നു കർത്താവ് ഇന്നിങ്ങനെ പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. അന്യാധീനപ്പെട്ട് വല്ലതും വാങ്ങി പിരിയേണ്ടവനല്ല നീ, വല്ലതും വാങ്ങി പിരിയേണ്ടവനല്ല ഞാൻ. അവകാശിയാ ഞാൻ. ക്ഷയവും മാലിന്യവും വാട്ടവും, ഉറക്കെ പറഞ്ഞു, ഇവിടുത്തെ ഒന്നിനും എൻ്റെ അവകാശത്തെ വാട്ടാൻ പറ്റുകയില്ല. ഇവിടുത്തെ ഒരു മാലിന്യത്തിനും അതിനകത്ത് കയറാൻ പറ്റുകയില്ല. ഇവിടുത്തെ ഒരു വെയിലിനും ഇതിനെ ഫെയ്ഡാക്കാൻ പറ്റുകയില്ല. ഇവിടുത്തെ യാതൊരു ബന്ധനങ്ങൾക്കും മനുഷ്യനോ അന്ധകാര പ്രവർത്തനങ്ങളോ എത്ര ശ്രമിച്ചാലും ഞാൻ ഇത് അനുഭവിക്കുക തന്നെ ചെയ്യും എന്നുറപ്പുള്ളവര് രണ്ട് കരം ഉയർത്തിക്കൊണ്ട് പറ, അവകാശിയാ ഞാൻ. പ്രാർത്ഥിക്കാൻ പോവാ. എന്നിട്ട് ഇതിന്റെ രണ്ടാം ഭാഗം പറയാം. ഒന്ന് കരം ഉയർത്തിക്കേ, രണ്ട് കരം ഒന്ന് ഉയർത്തിക്കേ. ഒന്ന് യേശുവിനോട് പറഞ്ഞേ, കർത്താവേ, എല്ലാ മക്കളും രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞാട്ടെ, യേശുവേ, ഞാൻ തിരിച്ചറിയുന്നു ക്ഷയമേൽക്കാത്ത, വാട്ടം തട്ടാത്ത, മാലിന്യമില്ലാത്ത, ഉറക്ക രണ്ട് കരം ഉയർത്തി പ്രഖ്യാപിക്ക്, മാലിന്യമില്ലാത്ത അവകാശത്തിൽ വീണ്ടും ജനിച്ചവനാ ഞാൻ. ഉറക്ക പറഞ്ഞ വീണ്ടും ജനിച്ചവനാ ഞാൻ. ഇതിനകത്ത് ജനിച്ചവനാ ഞാൻ. ഞാനിത് അനുഭവിക്കുക തന്നെ ചെയ്യും. അത് എന്റേതാണ്. ഓരോന്ന് വിളിച്ചു പറ. അഭിവൃദ്ധി എന്റേതാണ്, സൗഖ്യം എന്റേതാണ്, ദിവ്യ ആരോഗ്യം എന്റേതാണ്. താഴ്ച പ്രാപിക്കയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. കാരണം ഇതിനകത്താ ഞാൻ ജനിച്ചു വീണിരിക്കുന്നേ. ആ കരമൊന്ന് ഉയർത്തി പിടിച്ച് ചേർത്തടിച്ച് ഒന്ന് കർത്താവിന് ജയം കൊടുത്ത് ഒന്ന് ഏറ്റെടുത്ത് ദൈവമക്കളെ, ഒന്ന് ഏറ്റെടുത്ത് come on. ഓ, ദൂതന്മാര് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഓ, നിങ്ങൾക്ക് വേണ്ടി വെച്ചതായിരുന്നല്ലേ അത് എന്നും പറഞ്ഞ് ദൂതന്മാർ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. സ്വർഗജീവികളാകുന്ന ദൂതന്മാർ അന്തിച്ചു നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇത് ഇവന്മാർക്ക് വേണ്ടി വെച്ചിരുന്നതാണല്ലോ എന്ന് ചോദിച്ച് ഞെട്ടിപ്പോയിക്കൊണ്ടിരിക്കുക അവര്. കാരണം നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചതായിരുന്നു ഇന്ന്. കർത്താവേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അന്യാധീനപ്പെട്ട് കിടക്കുന്നത്, കയ്യിൽ വരേണ്ടത് ചെതറി പല സ്ഥലങ്ങളായി കിടക്കുന്നത്, പലവട്ടം ശ്രമിച്ചിട്ടും കയ്യെത്തും ദൂരത്ത് തട്ടി മാറ്റപ്പെട്ടത്, ഓ, പ്രാർത്ഥിച്ചു മടുത്ത വിഷയങ്ങൾ ഇന്ന് ഈ മിനിറ്റിൽ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വീണ്ടും ജനിച്ചവന്റെ അവകാശമാണ് എന്ന തിരിച്ചറിവിൽ ഈ നിന്റെ മക്കളെ എഴുന്നേൽക്കുന്ന ഈ സമയത്ത് തന്നെ അവകാശങ്ങളുടെ ചുരുളുകൾ അറിയട്ടെ. ഓ, അവകാശങ്ങളുടെ ചുരുളുകൾ അഴിയട്ടെ. അന്യാധീനപ്പെട്ടു പോയത്, കയ്യെത്തും ദൂരത്ത് തട്ടിമാറിപ്പോയത്, കയ്യിൽ നിന്ന് വീണുപോയത് യേശുവിന്റെ നാമത്തിൽ തിരികെ വരട്ടെ. സമ്പത്ത് തിരിച്ചു വരട്ടെ, വിദ്യാഭ്യാസം തിരിച്ചു വരട്ടെ, ഭാവി തിരിച്ചു വരട്ടെ. മുടിഞ്ഞു തകർന്ന കുടുംബജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ പണിയപ്പെടുമാറാകട്ടെ. റെസ്റ്റോറേഷൻ ഉണ്ടാവട്ടെ. നഷ്ടപ്പെട്ട വർഷങ്ങളിലെ സംവത്സരങ്ങൾ യേശുവിൻ നാമത്തിൽ പുനരുദ്ധരിക്കപ്പെടട്ടെ. താങ്ക് യു ജീസസ്. വീടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Receive it in Jesus' name. അത് വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ജനിച്ചവരാണ് ഇവരെന്നുള്ള തിരിച്ചറിവിൽ വളരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ ആശയം നിങ്ങൾ അറിയാതിരിക്കരുത്. അതിനകത്തുള്ള ആശയം നിങ്ങൾ അറിയാതിരിക്കരുത്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ, ക്ഷയവും മാലിന്യവും വാട്ടവും എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ഇതിനകത്ത് ജനിച്ചവനാ ഞാൻ. അതാ ഞാൻ വിശദീകരിക്കുന്നത്. ഇതിന് അവകാശത്തിൽ ജനിച്ചവനാ ഞാൻ. ഉറക്കെ പറ, അവകാശത്തിൽ ജനിച്ചവനാണ്. യജമാനന്റെ കയ്യിലേക്ക് നോക്കിയിരിക്കുന്ന ദാസനല്ല ഞാൻ. അവകാശത്തിൽ വീട്ടിൽ പറന്നവനാ ഞാൻ. ആമേൻ. ഓ, എത്ര പേർക്ക് മനസ്സിലായി? മക്കളെങ്കിലോ
മക്കളെങ്കിലോ അവകാശികളത്രേ. വചനം അറിയാവുന്നവരെ കരമടിച്ച് സ്വീകരിച്ചു ആ വാക്യത്തെ. മക്കളെങ്കിലോ അവകാശികളത്രേ. എന്തിന്റെ അവകാശിയാ? ദൈവത്തിന്റെ അവകാശി ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമത്രേ. ആമേൻ. ഹലോ, ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നതാന്നേ പന്തോസിയിലും കപ്പുതൊക്കിയിലും അസിയിലും ഒക്കെ ഉള്ളവരോട് പറയുന്നതിന്റെ ആശയം ഇതൊക്കെ സത്യമാന്നേ. പക്ഷേലേ ഇപ്പൊ ഇവര് നാനാവിധ പരീക്ഷകളിലൂടെ കടന്നു പോവുക. ഓ, കേൾക്കുന്നുണ്ടോ? ഹലോ, നാനാവിധ പരീക്ഷകളിലൂടെ കടന്നു പോവുകയാണ്. പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോ ഇവർ വല്ലതും ചിന്തിക്കാൻ തുടങ്ങി. ഓ, ഇതങ്ങ് നടക്കുമെന്നൊന്നുമില്ല, ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നും എല്ലാം പറഞ്ഞ കാര്യം നടക്കുമോ? വലിയ ചിന്താഭാരത്തിൽ നിറഞ്ഞു. ആ വാക്യം നിങ്ങൾ എടുക്കുക, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇതിന്റെ കോണ്ടെക്സ്റ്റ് അതാണ്. അഴിഞ്ഞു പോകുന്നു. അഞ്ചാം വാക്യം വായിച്ചു പോലെ. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിൽ തന്നെ നിങ്ങൾ അതിൽ നിങ്ങൾ ഇപ്പോൾ. അതുകൊണ്ട് അവിടെ തൊട്ട് പിടിക്കണേ, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. എന്റെ കൂടെ ഉണ്ടോ? ഒന്ന് മിണ്ടിക്കേ. അഞ്ചാം വാക്യത്തിൽ പറഞ്ഞു, ക്ഷയം, മാലിന്യം, വാട്ടം, കോട്ടം ഇവയൊന്നും ഇല്ലാത്തതിൻ്റെ അകത്ത് നിങ്ങളെ വീണ്ടും ജനിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അതിൽ നിങ്ങൾ ഇപ്പോൾ. ശ്രദ്ധിച്ച് കേക്ക്. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക്. ഓ എന്റെ ബ്രദറെ, അല്പനേരത്തേക്കേ ഉള്ളൂ ബ്രദറെ. അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കാരണം എന്നാ? താഴേക്ക് വായിച്ചാൽ മനസ്സിലാകും കാരണം എന്നാന്ന്. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി അങ്ങനെ ഇടവരും. അപ്പൊ എന്നാ ഇപ്പോഴത്തെ വിഷയം? ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, കർത്താവെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടും നാനാവിധ പരീക്ഷകളിലൂടെ, ഇച്ചിരി നീട്ടി പറഞ്ഞാൽ അതങ്ങ് നാനാവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവർ അല്പമല്ലാത്ത ഭാരത്തിൽ നിറഞ്ഞ് പറയാൻ തുടങ്ങി, ഇതെന്തുവാ ഇത്, എൻ്റെ സിറ്റുവേഷൻ നോക്ക്, എൻ്റെ അവസ്ഥ നോക്ക്, ബാങ്ക് കാലിയായി, പോക്കറ്റ് കാലിയായി, പേഴ്സ് കാലിയായി, തെറ്റലസ്റ്റായി എന്ന പദവും ഞാൻ പഠിച്ചു. ബ്രദർ എന്നോട് ചോദിക്കുക എൻ്റെ സ്പെല്ലിംഗ് എന്നാന്ന്, ഞാൻ പറയും TELESTAI, തെറ്റലസ്റ്റായി എന്ന പദത്തിൻ്റെ അർത്ഥം എല്ലാം പഠിച്ചു. ക്രൂശിൽ യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നും പറഞ്ഞു. പക്ഷെ ഞാൻ കടന്നു പോകുന്ന ഈ പരിശോധന എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഓർക്കണേ നിങ്ങളൊരു കാര്യം, അല്പനേരത്തേക്കേ ഉള്ളൂ. രണ്ടുപേർക്ക് കൈ കൊടുത്ത് പറ, അല്പനേരത്തേക്കേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ, അല്പനേരത്തേക്കേ ഉള്ളൂ. ഉറക്കെ പറ, അല്പനേരത്തേക്കേ ഉള്ളൂ. ഇവിടെ ഒരു വലിയ പദമുണ്ട് കേട്ടോ, മനസ്സിലാക്കേണ്ട ഒരു വലിയ പദമുണ്ട് കേട്ടോ. എന്താ പദം എന്നറിയാമോ? വിശ്വാസത്തിന്റെ പരിശോധന. വായിച്ചോ, ആ വാക്ക് വായിച്ചോ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. ഈ ശോധന നിങ്ങൾ വിശ്വസിച്ചതിലുള്ളതാണ്. അതാ മനസ്സിലാക്കണ്ടേ. എന്നതാ? നിങ്ങൾ വിശ്വസിച്ച വിശ്വാസത്തിനുള്ളതാണ് ഈ ശോധന. ഹലോ, എന്നതാ നിങ്ങൾ വിശ്വസിച്ചേ? മേളി പറഞ്ഞു, ക്ഷയം, മാലിന്യം, വാട്ടം, കോട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇതാ നിങ്ങളുടെ വിശ്വാസം. ഇതിനെതിരെയുള്ള വെല്ലുവിളിയാണ് ഇന്ന് കടന്നു പോകുന്ന പരിശോധന. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ വിശ്വസിച്ചതിനോടുള്ള വെല്ലുവിളിയാ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പരിശോധന. അത് ഒത്തിരി നാളത്തേക്കില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ പരിശോധനയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് നിങ്ങൾ വലിച്ചു വരുത്തിയ പരിശോധനയുടെ കാര്യം. വിശ്വാസത്തിന്റെ ഒന്ന് അടിവരയിട്ട് വായിച്ചോ. അത് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ എന്നതാ വിശ്വസിച്ചേ?
ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതും സ്വർഗ്ഗത്തിൽ എന്നേക്കും സംഗ്രഹിച്ചിരിക്കുന്നതുമായ അവകാശത്തിനായി എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിനെതിരെയാണ് ഇപ്പോൾ ഉള്ള ശോധന. ഈ ശോധന എന്നോട് ചോദിക്കുക, അതങ്ങനെയാണ് പിന്നെ ഇതെന്നെ ഇങ്ങനെ ഇരിക്കുന്നേ? നീ പറയുന്ന ക്രൂശിലല്ല യേശു ചെയ്ത് കഴിഞ്ഞു, അങ്ങനെയാ ഇങ്ങനെയാ, കാര്യമൊക്കെ നല്ലതാ, പക്ഷെ പിന്നെ ഇത് മാറാത്തെ? ഞാൻ അതിനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് വിളിച്ചു പറയുന്നു, എടാ പൊന്ന് പുറത്തു വരുമെങ്കിൽ ഞാൻ എത്രയധികം. വായിക്കും. ഹല്ലേലൂയ. അല്പനേരത്തേക്കുള്ള 6-ാം വാക്യം. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ. ഒന്ന് കേട്ടെ, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന, നിങ്ങൾ വിശ്വസിച്ചതിൽ നിങ്ങൾ വിശ്വസിച്ചോ എന്നുള്ളതിന്റെ പരിശോധന. അതാ അതിന്റെ അർത്ഥം. നിങ്ങൾ വിശ്വസിച്ചോ എന്നറിയാൻ വേണ്ടിയുള്ള പരിശോധന, നിങ്ങൾക്കതുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പരിശോധന. മനസ്സിലാകും? ഞാനൊരു കാര്യം വിശ്വസിച്ചു, അത് എന്നിലുണ്ടോ എന്നുള്ളതിന്റെ പരീക്ഷയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരത്തെ പരിശോധിക്കുക, അത് ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. നേരത്തേക്ക് ഉള്ളൂ, എന്നിട്ട് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് അത് തീർന്നിരിക്കും. ഇപ്പൊ പരിശോധിച്ചോണ്ടിരിക്കുക. ഈ പറയുന്ന വല്ല ഇവന് ഉള്ളിലുണ്ടോ അതോ നാക്കുകൊണ്ടുള്ള ഈ പറച്ചിലേ ഉള്ളോന്ന്? ഉള്ളിലുണ്ട്. ഇത് തീർന്നു പോകാത്തതാ, മങ്ങി പോകാത്തതാ. ഉള്ളിലുണ്ടോ എന്നുള്ള പരിശോധന നടക്കുക. സ്വർണ്ണം അല്ലാത്തതെല്ലാം സ്വർണത്തിന്റെ പേര് തന്നാലും തീയിലിടുമ്പോ വിവരം അറിയാം. ഹലോ, ആമേൻ. സ്വർണം പോലിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടും ഉണ്ടാവും. ഹല്ലേലൂയ. പക്ഷെ തീയിലിടുമ്പോൾ വിവരം അറിയാം. അല്ലേ? ആണോ അല്ലയോ? തീയിലിടുമ്പോൾ വിവരം അറിയാം. അല്ലേ? ഇത് തന്നെ ഇവിടെ പറയുന്നത്. വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇരിക്കുന്നേ. കൈയടി എന്നൊക്കെ പറഞ്ഞു എന്നോ അടിയായിരിക്കും അടിക്കുന്നതെന്നറിയോ? നമ്മൾ വിചാരിക്കും എൻ്റെ ദൈവമേ ഇവള് ഭയങ്കരിയാ, ഈ സഹോദരൻ ഭയങ്കരനാ, ഇവനോ കൈയടി അടിക്കുന്ന ഭയങ്കര ഉറപ്പുള്ള ആളാ. നോ. ഇപ്പോൾ ഉണ്ടല്ലോ ഈ പ്രസന്റ് സർക്കംസ്റ്റാൻസസ്, ഇന്ന് കടന്നു പോകുന്ന ആ നാനാ പരീക്ഷകളുണ്ടല്ലോ, ഇത് ഉള്ളിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ളതാ. അതറിഞ്ഞു കഴിയുമ്പോഴത്തേനും നീ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഓ, എത്ര പേർക്ക് അത് മനസ്സിലായവർ കരമടിച്ച് ഒന്ന് യേശുവിന് മനസ്സിലായോ? ഏറ്റവും പുറകെ ഇരിക്കുന്നവർക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് നാനാ പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പൊന്നുപോലെ എന്നല്ല, പൊന്നിനേക്കാൾ. വായിച്ചേ, വിശ്വാസത്തിന്റെ പരിശോധന. വിശ്വാസം അഴിഞ്ഞു പോകുന്നതും തീ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ. ഒന്ന് പറഞ്ഞേ, പൊന്നിനേക്കാൾ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി. ആ 3 പദം ഒന്ന് പറഞ്ഞ് സ്വീകരിച്ചോ. പുകഴ്ച, തേജസ്, മാനം. ഉറക്കെ പറ, പുകഴ്ച, തേജസ്, മാനം. ഇതിന് 3നും ഉപകരിക്കുന്നതാണ് ഇന്ന് കടന്നു പോകുന്ന പരിശോധനകൾ. അതിനായിട്ട് സ്തോത്രം. അതുകൊണ്ട് മേളിൽ പത്രോസ്ലീഹ പറയുക, അതുകൊണ്ട് സർവ്വസമയത്തും നിങ്ങൾ ആനന്ദിച്ചോ, നിങ്ങൾ തുള്ളിച്ചാടിക്കോ, നിങ്ങൾ സന്തോഷിച്ചോ. ആ 9-ാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുമെന്നല്ല, ചെയ്യുന്നു. ഹല്ലേലൂയ. പൊന്നിനെ പോലെ ഇരിക്കും, പൊന്നാണോ എന്നുള്ള നോട്ടം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഉണ്ടല്ലോ, ഇതൊന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടുകയല്ല. ഞാനിത് പറയുമ്പോൾ തന്നെ വ്യക്തമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ അവകാശത്തിൽ ജനിച്ചവരാണെന്ന് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളതാണെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ആ ഉറപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പരിശോധന ഇപ്പോൾ നടക്കുന്നേ. ഹലോ,
നാനാ വിധത്തിലുള്ള പരിശോധനകൾ നിങ്ങളിൽ അതുണ്ടോ എന്നുള്ള പരിശോധനയാണ്. അതുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കഷ്ടതകൾ തേജസ്സിന് വഴിമാറും. മാനത്തിന് സ്വീകരിച്ചോ പദമല്ല, കഷ്ടതകൾ തേജസ്സിനും മാനത്തിനും മാനം പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. ഓർക്കെ പറഞ്ഞു, പുകഴ്ചയ്ക്കും തേജസ് മാനത്തിനും മാനം. ഉറക്കെ ഇത് മൂന്നും പറഞ്ഞങ്ങ് സ്വീകരിച്ചോ. പുകഴ്ചയ്ക്കും. ഇന്ന് ഞാൻ കടന്നു പോകുന്ന പരിശോധനകൾ പുകഴ്ചയ്ക്ക് കാരണമാകും. പുകഴ്ചയ്ക്ക്. ഉറക്കെ പറഞ്ഞു, പുകഴ്ചയ്ക്ക് തേജസ്സിന്. ഉറക്കെ പറ, തേജസ്സിന്. ഉറക്കെ പറഞ്ഞു, തേജസ്സിന്. ഓ ഹല്ലേലൂയ. ആരാ ഈ വചനം സ്വീകരിക്കുന്നേ? ആരാ എഴുന്നേറ്റ് നീ വചനത്തെ സ്വീകരിക്കുന്നേ? ആരാ എഴുന്നേറ്റ് നീ വചനത്തെ സ്വീകരിക്കുന്നേ? മതി. ഇനി ആരും എഴുന്നേക്കല്ലേ? ഇത്രയും പേര് മതി. ഉറക്കെ നിങ്ങൾ വിളിച്ചു പറ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന കഷ്ടതകൾ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന പരിശോധനകൾ തേജസ്സിന് വഴിമാറും. പറ. മുഷ്ടി ചുരുട്ടി പറ കുഞ്ഞ്. വായി തുറന്ന് പറ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന പരിശോധനകൾ അത് തേജസ്സിന് വഴിമാറും. അല്പനേരത്തേക്കുള്ള. ഉറക്കെ പറ, അല്പനേരത്തേക്കുള്ള അല്പനേരം. പ്രഖ്യാപിക്കുന്നവരുടെ മേൽ പലരുടെ മേലും അത് ജീവനായിട്ട് വന്നോണ്ടിരിക്കുന്നു. ആ സഹോദരി അത് വീഴും, ആ വചനം വിഴുങ്ങുന്നു, അവളുടെ മേൽ അത് വീഴുന്നു. ആകപ്പാടെ ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരോട് ആദ്യം ഞാൻ പറയാം, ആകപ്പാടെ ചെയ്യേണ്ട കാര്യം എന്നാണെന്നറിയോ? നിങ്ങൾ വിശ്വസിച്ചതിനെ വേര് പിടിപ്പിക്കുക. പരിശോധിക്കുമ്പോഴേ നിങ്ങൾ വിശ്വസിച്ചത് പൊങ്ങി നിൽക്കട്ടെ. ചെക്കപ്പ് ചെയ്യുക. ഉണ്ടോ ഇതിനകത്ത്? അന്നേരം ഉണ്ട്, ഇതിനകത്ത് ഉണ്ട് എന്ന് കാണാൻ ഇടവന്നാൽ കഷ്ടത തേജസ്സിന് വഴിമാറും. പരിശോധനകൾ മാനത്തിന്. എടുത്തോ. ഇന്ന് പലർക്കും ആ അല്പനേരം കഴിയുന്ന പകല, ആ അല്പനേരം അതിന്റെ അവസാന മിനിറ്റുകളായത്. ഏറ്റെടുത്തോ. വെറുതെ എന്തോ പുലമ്പുകയല്ല. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദൈവകൃപ നിങ്ങളോട് ഇത് പറയാൻ പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചതിന്റെ പരിശോധനയിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അണുവിട മാറ്റമില്ലാതെ നിങ്ങൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. പരിശോധിച്ചു, കണ്ടുപിടിച്ചു കഴിഞ്ഞു നിങ്ങളത് ഉണ്ടെന്ന്. ഇനി അത് നിലനിൽക്കത്തില്ല. ഇനി ആ നാനാ പരീക്ഷകൾ നിലനിൽക്കത്തില്ല. പരീക്ഷ തേജസ്സിനും, പറഞ്ഞു, തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കും. ഇതിൽ പ്രശംസിക്കാൻ തുടങ്ങും നിങ്ങൾ. ദൈവമേ, അന്ന് കടഭാരം വന്നപ്പം വേണമെങ്കിൽ എനിക്ക് അങ്ങേ തള്ളി പറഞ്ഞു പോകാമായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ എന്റെ മേൽ വന്ന ദൈവകൃപ നിമിത്തം ഞാൻ പിടിച്ചു നിന്നു. അല്പനേരം കൊണ്ട് അത് വിട്ടുപോവുകയും ചെയ്തു. ഞാൻ തെളിയിക്കപ്പെടുകയും ചെയ്തു. സ്വീകരിച്ചോ. കരമടിച്ച് തന്നെ ഏറ്റെടുത്തോ. വിശ്വസിക്കുന്ന പലരുടെ മേലും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുക. അത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. മനസ്സിലായി? ഞാൻ വീണ്ടും ജനിച്ച അവകാശത്തിലേക്ക്, ഒളിമങ്ങാത്തതും കളങ്കരഹിതവും ആയ ആ അവകാശത്തിൽ ഞാൻ വീണ്ടും ജനിച്ചു. എനിക്കത് ഉണ്ടോ, എൻ്റെ അകത്തതുണ്ടോ, ഈ തിരിച്ചറിവുണ്ടോ എന്നറിയാനുള്ള ചെറിയ പരിശോധന. അതും ഒരല്പസമയത്തിന് മാത്രം. അത് കഴിഞ്ഞിട്ട് ഒരാനന്ദം ഇങ്ങോട്ട് പൊട്ടി പുറപ്പെടുകയാണ്. അല്പനേരം, ഒരു ഞൊടി നേരം എന്നാ പറഞ്ഞു. ഒരു ഞൊടി നേരത്തെ ഇത്രയും സമയത്ത് പരിശോധനയാ. എൻ്റെ വിശ്വാസം എനിക്കുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്നത്. പ്രിയരെ, അത് കഴിഞ്ഞാലുണ്ടല്ലോ ഒരാനന്ദം അങ്ങോട്ട് പൊട്ടി പുറപ്പെടുകയാ. അതാർക്കും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്കും പറ്റത്തില്ല. ഒരു നരകശക്തിക്കും അത് തടയാൻ സാധിക്കത്തില്ല. കാരണം എൻ്റെ അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുകയാ. ഭൂമിയിലല്ല ഇത് സൂക്ഷിച്ചിരിക്കുന്നത്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ആർക്കും തൊടാൻ പറ്റാത്ത തേജസ്. എന്നെ ചിന്തിപ്പിച്ച വാക്കിയത് ഈ പരിശോധന നടക്കുക. ഇവർ ഈ പറയുന്നതല്ലാതെ I believe in the finished work of Jesus എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്നതല്ലാതെ അകത്ത് വല്ലതും ഉണ്ടോടെ?
ആ പരിശോധന നടക്കുക. ഹലോ, ഹല്ലേലൂയ. ഈ പറയുന്ന അല്ലാതെ ഉള്ളിൽ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി തീയിലോട്ടിട്ടിരിക്കുക. പൊന്നിനേക്കാൾ നിങ്ങൾ വിശ്വസിച്ചതിന്റെ പരിശോധന, നിങ്ങൾ വിശ്വസിച്ചതിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയതാ. അതും മാനത്തിന് വഴിമാറും. തുടങ്ങിയത് പരീക്ഷയാ, പക്ഷെ ഒടുക്കം മാനവാ, തേജസാ. ഇല്ല, നിങ്ങള് ഏഴാമൊക്കെ ഒന്നുകൂടെ വായിച്ചു പോനെ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധന, നിങ്ങൾ വിശ്വസിച്ചതിന്റെ ശോധന വിലയേറിയതെന്ന്. നിങ്ങൾ വിശ്വസിച്ചതിന്റെ പരിശോധന അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 3 കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഞാനിന്ന് കടന്നു പോകുന്ന പരിശോധനകൾ പലതും തേജസ്സിലും മാനത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് വഴിമാറുന്ന ആ ലാസ്റ്റ് മിനിറ്റിലാണ് പരിശോധന ഞാൻ ഫെയിലിയർ ആവുന്നത്. അതാ പ്രാക്ടിക്കലി സംഭവിക്കുന്നത്, പ്രായോഗികതയിൽ സംഭവിക്കുന്ന അതാണ്. ഇവനിത് വിശ്വസിക്കുന്നുണ്ടോ? നാക്കിലും വാക്കിലും ഒക്കെ ഉണ്ട്, ഉള്ളത്തിലുണ്ടോ എന്ന് പറഞ്ഞ് പരിശോധന ഇച്ചിരി നേരത്തേക്ക് ഉള്ളെന്ന് പറഞ്ഞല്ലോ. ഹലോ, ഞൊട്ടി നേരത്തേക്ക് എന്നല്ല പറഞ്ഞു, അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ. അല്പനേരത്തേക്കേ ഉള്ളൂ പരിശോധന നടക്കുക. പരിശോധന നടക്കുമ്പോ തെളിയിക്കപ്പെടേണ്ട ലാസ്റ്റ് മിനിറ്റില് പെട്ടെന്ന് ഒരു വെറുപ്പ്, അല്ലെ പിന്നെ എന്നെ അതിങ്ങനെ, അത് വേണ്ട. പരിശോധനയിലും തെളിയട്ടെ. ഈ കഷ്ടതയുടെ കഠിന ശോധനയിൽ നിന്നുകൊണ്ട് ഉറക്കെ പറ, ആരെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. വിനോദരെ കേൾക്കുന്നുണ്ടോ? തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും തന്റെ ഇടത്തോടെ പറ, ഇത് അല്പനേരത്തേക്കേ ഉള്ളൂ, ഇതെന്റെ പുകഴ്ചയ്ക്ക് വഴിമാറും. Come on. ഇന്ന് പരിശോധന അനുഭവിക്കുന്നവനായിട്ടായിരിക്കും നിങ്ങൾ എന്നെ കാണുന്നത്. പക്ഷേ നാളെ മാന്യത അണിയിക്കുന്നവനായി, മാന്യത അണിഞ്ഞവനായി, പുകഴ്ച അറിഞ്ഞവനായി, യേശുവിന്റെ നാമം ജയം. ഈ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറ, ഈ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കുക. അതിനാണ് കൃപ ദൈവം തന്നിരിക്കുന്നത്. അവന്റെ കൃപ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഈ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കുക. അതാ പൗലോസ് പറഞ്ഞേ, ഞാൻ ബലഹീനനാ, പക്ഷെ എന്റെ ബലഹീനതയിൽ അവന്റെ കൃപ തികയുക. അല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. സർട്ടിഫിക്കറ്റോടെ ഞാൻ പുറത്തു വരും. സർട്ടിഫിക്കറ്റോടെ ഞാൻ പുറത്തു വരും. സർട്ടിഫിക്കറ്റോടെ ഞാൻ പുറത്തു വരും. പ്യൂരിഫൈഡ്, പ്യൂർ എന്ന സർട്ടിഫിക്കറ്റോടെ ഞാൻ പുറത്തു വരും. എനിക്കറിയാം ഇതൊത്തിരി നാളത്തേക്കില്ല. ഇതെന്റെ തേജസ്സിന് വേണ്ടി വെച്ചിരിക്കുന്നതാ, ഇതെന്റെ മാനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാ. തല പോയാലും, ആരെന്നോട് ചേർന്ന് അങ്ങനെ പറയേ, തല പോയ ഇതാ എബ്രായ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾ ഇതുവരെ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഇതാ അത് ശരീരത്തിന്റെ പാപം എന്നിന്ന് വേദപുസ്തകം പരിഗണിക്കുന്ന ഏക കാര്യം റിജക്റ്റിംഗ് ദ സേവിയർ, യേശുവിനെ ഉപേക്ഷിക്കുന്ന മാത്രമാണ്. കാരണം മറ്റു പാപങ്ങൾക്കെല്ലാം പരിഹാരം ക്രൂശിൽ വരുത്തി കഴിഞ്ഞു. പക്ഷെ ഈ പുത്രനെ നിരസിക്കുന്ന പാപത്തിനാണ് പരിഹാരം നടന്നിട്ടില്ലാത്തത്. ഈ വെല്ലുവിളി എപ്പോഴാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? ഞാനിത് പറയുമ്പോൾ ഇതിന്റെ പ്രായോഗിക വശം കാണാതിരിക്കരുത് നിങ്ങൾ. ഈ വെല്ലുവിളി ഉണ്ടാകുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, വിശ്വാസം ഒരു ഭാഗത്തും അവസ്ഥകൾ മറ്റൊരു ഭാഗത്തും പോകുമ്പോൾ ആരും ചിന്തിച്ചു പോകും, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ എൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തന്നിരിക്കുന്നു. ബ്രദറെ, ഞാൻ 10 പ്രാവശ്യം അത് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും വണ്ടിയുടെ CC അടയ്ക്കാൻ എൻ്റെ പോക്കറ്റിൽ കാശില്ല. സ്വാഭാവികമായും സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അനുരഞ്ജനപ്പെട്ടിട്ട് ഒടുവിൽ ഇങ്ങനെ പറയും, പറയാൻ കൊള്ളാം, പക്ഷെ ഇതങ്ങ് നടക്കാൻ പോകുന്നില്ല. പക്ഷെ ആ ലാസ്റ്റ് മിനിറ്റിലും നിങ്ങളുള്ള ദൈവകൃപയൊന്ന് അറിഞ്ഞ്, ഇല്ല, ചെക്കപ്പ് നടക്കുക, പരിശോധന നടക്കുക,
ഈ ടേബിളിൽ എൻ്റെ ഡോക്ടറുടെ മുമ്പ് ഞാൻ കിടക്കുക. ഇത് കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് വരാനുണ്ട്. എനിക്കറിയാം ആ സർട്ടിഫിക്കറ്റ് എന്നാന്ന്. ക്ഷയം, ക്ഷയം, മാലിന്യം. പറയടാ, ഇങ്ങോട്ട് പറ. ക്ഷയം, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതും സ്വർഗത്തിൽ, പറഞ്ഞു, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതും. വിട്ടുകൊടുക്കരുത്. ഇന്ന് ഫിഫ വേൾഡ് കപ്പിലെ ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കാൻ ഇട്ടുകൊടുത്ത വസ്തു അല്ല നിങ്ങൾ കേട്ടോ. വേറെ 10 വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. 8 കിട്ടിയാൽ കൊള്ളാന്ന് ഞാൻ ആഗ്രഹിച്ചു. 4 വരുമെന്ന് ഞാൻ ചിന്തിച്ചു. കഷ്ടിച്ചപ്പോ 1 കിട്ടി. അതും പോകുന്ന ലക്ഷണമാണ്. നോ, 10 ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞ 100 അനുഭവിക്കണം നിങ്ങൾ. 100 ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 1000 അനുഭവിക്കണം. കാരണം വ്യവസ്ഥ അങ്ങനെയാ. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും ചോദിക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് He is able to do exceedingly abundantly more than you ask, even more than you think. ചിന്തിക്കുന്നതിനപ്പുറത്ത് ചെയ്യാൻ അവൻ മതിയായവനാ. പക്ഷെ ഈ ഘട്ടത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാവോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ ഈ ഘട്ടത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാവോ? നിൽക്കാവോ? ഒന്ന് നന്ദി പറയോ? ഒന്ന് പിടിച്ചു നിൽക്കാവോ? പുറകിലുള്ളവരൊന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പിടിച്ചു നിൽക്കാവോ? ഈ ഘട്ടത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാവോ? ഒന്ന് ഉറച്ചു നിൽക്കാവോ? ഹല്ലേലൂയ. ഇപ്പോഴും ഒന്ന് തൻ്റെ ഇടത്തോടെ പറയാമോ? കർത്താവ് യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു. എത്ര പേരത് പറയും? കർത്താവ് യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്ത്. ഞാൻ കാണുന്നില്ല ബ്രദറെ, ഞാൻ കേൾക്കുന്നില്ല ബ്രദറെ, ഞാൻ തൊടുന്നില്ല ബ്രദറെ, പക്ഷെ എനിക്കറിയാം ഇത് ഞൊടി നേരത്തേക്കേ ഉള്ളൂ. ഇത് വന്നേച്ച് പോകും. കാറ്റ് വന്നേച്ച് അതിന്റെ പാട്ടിന് പോകും. തിരമാല വന്നേച്ച് അതിന്റെ പാട്ടിന്. ഇതൊക്കെ കഴിഞ്ഞു. നമ്മളിവിടൊക്കെ തന്നെ കാണും. ഹല്ലേലൂയ. അത് വേണേ ഒന്ന് പറഞ്ഞു. ഈ കാറ്റും കോളും ഒക്കെ ആഞ്ഞടിച്ചാലും ഇത് പണിതിരിക്കുന്നത് പാറയുടെ മുകളിലാണ്. ഇത് പണിത് വെച്ചിരിക്കുന്നത്. ഇത് മണ്ണിനകത്ത് പണിതല്ല. ഇത് വേറെ റേഞ്ച് ആകും. ഇതങ്ങനെ തീരുന്നതല്ല. ഇതങ്ങനെ തീരത്തില്ല. ഇത് ശോഭകൂട്ടത്തെ ഇത് തല ഉയർത്തി നിൽക്കും. ഒന്നുകൂടി ആ വെള്ളം അങ്ങോട്ട് അടിച്ച് പോയി കഴിയുമ്പോഴുണ്ടല്ലോ, ഇതിനൊന്നുകൂടി അങ്ങോട്ട് ശോഭ അങ്ങോട്ട് വർദ്ധിച്ച് തല ഉയർത്തി നിൽക്കും. യേശുവിനെ ദൈവമെന്ന് മാതരം കൊണ്ട് ഏറ്റുപറഞ്ഞ വ്യക്തികളാകുന്ന നമ്മുടെ കാര്യമായി പറയുന്നത്. അവകാശത്തിൽ ജനിച്ച മക്കളാ നമ്മള്. അവകാശത്തിന് വേണ്ടി ജനിച്ചതല്ല, അവകാശത്തിന് അവകാശത്തിന് വേണ്ടിയല്ല, അവകാശത്തിൽ ജനിച്ചിരിക്കുക. I am born in his inheritance. ഞാൻ അവന്റെ അവകാശത്തിൽ ജനിച്ചതാണ്. പറഞ്ഞാട്ട് വാ തുറന്ന് ഒന്ന് പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ. ഞാൻ ജനിച്ചിരിക്കുന്നത് സ്വർഗത്തിന്റെ അവകാശത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അവകാശികളാ. ഞാൻ ജനിച്ചത് തന്നെ അവകാശത്തിലേക്കോ. പറഞ്ഞാട്ടെ. പറമ്പിൽ പണി ചെയ്തിട്ട് പാളത്തൊപ്പിയും വെച്ച് വാതക്ക് യജമാനന്റെ വാതക്ക് കയ്യിലിട്ട് നോക്കിയിരിക്കുന്ന ദാസനല്ല ഞാൻ. പെരക്കകത്ത് അപ്പന്റെ മകനായിട്ട് കിടന്നുറങ്ങുന്നവനാ ഞാൻ. അപ്പന്റെ കൈക്കകത്ത് കിടക്കുക. അപ്പന്റെ കൈയുടെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളാ നമ്മള്. ചോദിച്ച് നിൽക്കുന്ന ദാസന്മാരല്ല നിങ്ങൾ. വീടിനകത്ത് കയറി എടുത്ത് സപ്ലൈ ചെയ്യുന്നവരാ നിങ്ങൾ. എടുത്തെടുത്ത് കൊടുക്കുന്നവരാ. വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കുന്നവരാ നിങ്ങൾ. സഫിഷ്യൻസിയിൽ ജീവിക്കുന്നവരാ നിങ്ങൾ. നിങ്ങൾക്ക് മുട്ടുണ്ടാകയില്ല. Come on, get ready. തയ്യാറായിക്കോ. വിട്ടുകൊടുക്കരുത്. ഇന്ന് ഇവിടുന്ന് എഴുന്നേക്കുമ്പോ ഈ ഉറപ്പോടെ എഴുന്നേക്കണം. എടാ മന്ത്രവാദി, എടാ അസൂയക്കാരാ, നീ വീട് മാറി പോവല്ലേടാ പ്ലീസ്. നീ ഞങ്ങളുടെ അയലൊക്കൊന്നും പോവല്ലേടാ.
പിന്നെ നിനക്ക് മന്ത്രവാദം ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക. കാരണം എനിക്കെതിരെ മന്ത്രവാദം ചെയ്ത് നീ പാപ്പരാകരുത്. വല്ല പൊടിയോ വല്ല മുടിയോ വല്ല അരിയോ വല്ല നാരങ്ങയോ വല്ല കോഴിയോ ഒക്കെ വേണം ഞാൻ മേടിച്ചു തരാം. കാരണം നീ എനിക്കെതിരെ ചെയ്ത് നീ മുടിയരുത്. എടാ, എൻ്റെ വീട്ടിൽ നാടൻ മുട്ടയുണ്ട്, ഞാൻ വേണമെങ്കിൽ തരാം. അത് വല്ലതും ചെയ്ത് എവിടെയെങ്കിലും വേണേൽ കുഴിച്ചിട്ടു. 5 ദിവസം കഴിയുമ്പോൾ ഞാനെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കും. എനിക്കൊരു ദോഷവും സംഭവിക്കയില്ല. കാരണം എൻ്റെ അവകാശം പൊന്നുമോനെ അയലോക്കക്കാരൻ്റെ കയ്യിലല്ലടാ. എടാ മന്ത്രവാദി, നീ ജനിക്കുന്നതിന് മുമ്പേ എഴുതി വെച്ചതാടാ ഇത്. നിന്റെ വല്യപ്പൂപ്പനില്ലേ കൊടിയ മന്ത്രവാദി, അയാൾ ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതി വെച്ചതാടാ ഇത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നത്. വാട്ടം, മാലിന്യം, ഓ ഹല്ലേലൂയ, ഇവ ഒന്നുമില്ലാത്തതുമായ ഇതിനകത്ത് ജനിച്ചവനാ ഞാൻ. ജനിച്ചു കഴിഞ്ഞപ്പോ അപ്പൻ ഒരു ഉറപ്പ് തരികയാ, ഒന്നും ഒരിക്കലും ഒരിടത്തും ഒരു ദോഷവും നിനക്ക് വരുത്തുകയില്ല. അവകാശിയാന്നേ. എന്നതായി അവകാശി? അത് ചില്ലറ കളിയാണ്. അവകാശിയാ. സംശയിച്ച് നിൽക്കേണ്ട കുഞ്ഞ്, നിനക്കൊരു ദോഷം വരുത്തുകയില്ല. ഇത് അവകാശിയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റിങ്ങാ. ഇപ്പൊ കടന്നു പോകുന്ന പരീക്ഷകള് നാക്കിലും വാക്കിലും ഒക്കെ ഉണ്ട് ഞാൻ അവകാശിയാന്ന്. പക്ഷെ ഇതിന്റെ നടുവിൽ പറയാവോ? ഹലോ, ഇതിന്റെ നടുവിൽ പറയാവോ ഞാൻ അവകാശിയാ, ഞാൻ അവകാശിയാ? പറയാവോ സഹോദരങ്ങളെ? മേളിലിരിക്കുന്നവരൊന്ന് പറഞ്ഞേ ഞാൻ അവകാശിയാന്ന് പറഞ്ഞു. ബാൽക്കണി ഇരിക്കുന്നവർ ഉറക്കെ പറഞ്ഞേ ഞാൻ അവകാശിയാന്ന് പറഞ്ഞു. ഞാൻ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവയിൽ നിങ്ങൾ നാനാ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തോണം, ഈ ടെസ്റ്റ് വേറെ ഒന്നിൻ്റെ അല്ല. ഈ ടെസ്റ്റ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയാണ്. നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളിൽ ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയുള്ള പരീക്ഷയാണ്. ചിലപ്പോൾ നിങ്ങൾ നാക്കും വാക്കും എടുത്ത് ഇതിന് പുറത്തിറങ്ങിപ്പോവും. ചിലപ്പോൾ നിങ്ങൾ പിടിച്ചു നിൽക്കും. നിങ്ങളിൽ അവൻ്റെ കൃപ തന്നിരിക്കുന്ന പിടിച്ചു നിൽക്കാനാ. ഉറപ്പിച്ച് ഞാൻ ഇന്ന് പറയാം, ഇന്ന് തന്നെ ലോക വൻകരകളിൽ കേൾക്കുന്ന മുഴുവൻ വ്യക്തികളോട് ഞാൻ പറയാം, ഈ ഉപദേശത്തിലൊന്ന് നിൽക്കേ. ഒരു സാധ്യതയും കാണാത്തപ്പോഴും പറ, ഐ ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറ. മകളുടെ പ്രായം വർദ്ധിക്കുന്നുണ്ടാകാം, ചോദിച്ച വഴികളൊന്നും തുറന്നിട്ടില്ലായിരിക്കാം. ഇന്ന് രാവിലെയും കേട്ട ഫോൺ കോൾ വഴി അടഞ്ഞുവെന്നായിരിക്കാം. ഈ സമയത്ത് ആ പരിശോധന നടക്കുക. ഇച്ചിരി നേരത്തേക്കേ ഉള്ളു കേട്ടോ. ഉറക്കം പറ, ആരെ ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, അന്ത്യത്തോളം കാപ്പാൻ വിശ്വസ്തനെന്ന് ഞാൻ അറിയുന്നു. ഇല്ല 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 ഇല്ല. ഭാര്യയുടെ പേരിൽ ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറല്ല. മക്കളുടെ പേരിൽ ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറല്ല. കടഭാരത്തിന്റെ പേരിൽ ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറല്ല. രോഗത്തിന്റെ പേരിൽ ഇത് തള്ളിപ്പറയാൻ തയ്യാറല്ല. എനിക്കറിയാം ഈ രോഗം തേജസ്സിനാ, ഇത് മാനത്തിനാ. അധിക മാന്യതയോടെ, ഓ ഒന്ന് കരമടിച്ചു സ്വീകരിച്ചു. അധിക മാന്യതയോടെ, അധിക മാന്യതയോടെ, അധികം പുകഴ്ചയ്ക്കായിട്ട്, തേജസ്സിനായിട്ട്. താങ്ക് യു ജീസസ്. എൻ്റെ കൂടെ ഈ വചനം പ്രഖ്യാപിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അവർ മാത്രം വേഗം ചാടി എഴുന്നേറ്റോ. വലിയ വലിയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം മുടക്കുവാനും രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആരംഭിക്കുകയാണ്. വേഗം ചാടി എഴുന്നേറ്റോ. മുഷ്ടി ഉരുട്ടി പറ, ഇത് തീരാറായി. ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, അത് തീരാറായി. പരിശോധന തീർന്നു. ഇനി റിസൾട്ടാണ്. റിസൾട്ട് മാന്യതയാണ്. റിസൾട്ട് പുകഴ്ചയാണ്. റിസൾട്ട് മാന്യതയാണ്. മാനമാണ്. കരമുയർത്തി പറഞ്ഞേ യേശുവേ. എല്ലാവരും 2 കരമുയർത്തി എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ യേശുവേ. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. എന്റെ ഈ കഷ്ടതകൾ, എന്റെ ഈ പരിശോധനകൾ, എന്റെ പരിശോധന അത്യന്തം അനവധി. തേജസ്സിന്, മാനത്തിനും പുകഴ്ചയ്ക്ക് വഴി മാറുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവേ 2 കരം ഉയർത്തി ഞാൻ ഉറച്ചു പറയുന്നു, ഈ ദൈവം എന്റെ ദൈവം, ഈ കർത്താവ് മതിയായവൻ, എനിക്ക് മതിയായവൻ, യേശു എനിക്ക് മതിയായവൻ.
എനിക്ക് മതിയായവൻ. ഉറക്കെ പറഞ്ഞു, ഈ യേശു എനിക്ക് മതിയായവൻ. യേശു എനിക്ക് മതിയായവൻ. അന്ത്യത്തോളം കാപ്പാൻ വിശ്വസ്തൻ. അന്ത്യത്തോളം കാപ്പാൻ വിശ്വസ്തൻ. ഈ യേശു എന്നെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ യേശു എന്നെ കൊണ്ടുപോകും. കൈ ഉയർത്തി പറഞ്ഞ ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ ലജ്ജിക്കാൻ ഇടവരുത്തില്ല. പറയൂ 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 മോനെ, പറയണ കൂട്ടാ. വിശ്വസിച്ച ഞാൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറയണം മോനെ. മുട്ടി ചുരുട്ടി പറയണ കൂട്ടാ. ആ ഉറക്കെ പറ. ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്ന ഞാൻ ലജ്ജിച്ചു പോകയില്ല. ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജിച്ചു പോകത്തില്ല. ഉറക്കെ പറ. ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന രക്ഷയുടെ അന്തമായ ദൈവപ്രവൃത്തി. ഓ ഹല്ലേലൂയ. ഓ ഇനി വചനം ഭയങ്കരമായിട്ട് നിങ്ങളെ സ്പർശിക്കുന്ന എനിക്ക് അനുഭവം വയ്ക്കാൻ കഴിയും. പലരോടും പല കുടുംബങ്ങളോടും വ്യക്തിപരമായിട്ട് പറയുക, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിവസങ്ങളായി, പോയത് തിരിച്ചു പിടിക്കുന്ന ദിവസങ്ങളായി, തെന്നി മാറിപ്പോയത്, അടുത്തു വന്നിട്ട് നഷ്ടപ്പെട്ടു പോയത്. റജി ബ്രദർ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? റജി ബ്രദർ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നഷ്ടപ്പെട്ടു പോയത്, തെന്നി മാറിപ്പോയത്, കിട്ടിയെന്ന് വിചാരിച്ചപ്പോ പോയത്, നോക്കി ഉറച്ചു പറഞ്ഞു, ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. എല്ലാം എനിക്ക് 100 മടങ്ങായി തിരികെ വരും. എന്തെങ്കിലും ഒരു നഷ്ടം ഞാൻ അടുത്ത പദം ഞാൻ പറയുമ്പോൾ വേണമെങ്കിൽ സ്വീകരിച്ചോ. യേശുവിനെ കർത്താവായി സ്വീകരിച്ച ശേഷം, യേശുവിനെ കർത്താവായി സ്വീകരിച്ച ശേഷം എനിക്ക് വന്ന നഷ്ടങ്ങളുടെ ഉത്തരവാദി, എനിക്ക് വന്ന നഷ്ടങ്ങളുടെ ഉത്തരവാദി ഞാനല്ല. ഇനിയും പറഞ്ഞു, കർത്താവെന്ന് യേശുവിനെ ഏറ്റു പറഞ്ഞ പിന്നെ, കർത്താവെന്ന് യേശുവിനെ ഏറ്റു പറഞ്ഞ പിന്നെ എനിക്കുണ്ടായ മുഴുവൻ നഷ്ടങ്ങളുടെ ഉത്തരവാദി കർത്താവാ. അതുകൊണ്ട് ഇത് തീർക്കുക എന്നുള്ളത് നമ്മുടെ പരിപാടിയല്ല, അങ്ങോട്ട് വിട്ടുകൊടുത്തേരെ. Cast your burden upon him. He is able to do. സകല കരമടിച്ചു തന്നെ യേശുവിന് മഹത്വം കൊടുത്തു. ആണ്ടെ പലരുടെ മേലും ആ കൃപ 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 ധാരാളം കൃപ. അവനെന്റെ ഉപനിധിയെ സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഓരോ കുടുംബങ്ങളും അത് ഏറ്റെടുത്തു, ഓരോ വ്യക്തികളും അത് ഏറ്റെടുത്തു. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ വിളിക്കുക, ഉറക്കെ വിളിക്കുക, യേശുവിനെ വിളിക്കുക, സ്വീകരിക്കുക. നിങ്ങൾ അവകാശത്തിൽ ജനിച്ചവരാണ്, അത് അനുഭവിക്കുന്നവരാണ്. ഓരോ കുടുംബങ്ങളുടെ മേലും അത് വ്യാപരിച്ചു തുടങ്ങട്ടെ. ഓരോ മക്കളും അത് ദൈവമേ അങ്ങേ നാമിച്ചിടും. സ്വീകരിച്ചോ, 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 സ്വീകരിച്ചോ. എൻ കൂടെ ഇരിക്കുന്നോരേ പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീരാ വീര. സ്വീകരിച്ചോ ദൈവമേ, പോയത് മുഴുവൻ 100 മടങ്ങായി, പരിശുദ്ധരേ 100 മടങ്ങായി, അങ്ങേ വാഴ്ത്തിടും 100 മടങ്ങായി. വീരനാ ദൈവമേ അങ്ങേ ഇന്ന് കർത്താവ് വാക്ക് പറയുക, വിളിയോനെ പരിശുദ്ധരേ യേശു വാക്ക് പറയുക. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് മുഴുവൻ 100 മടങ്ങായി, 100 times. രാജാവേ അങ്ങേ വാഴ്ത്തിടും നീരാ വീരനാ ദൈവമേ അങ്ങേ പരിശുദ്ധരേ, പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീരാ വീര
വിശ്വസിക്കുന്ന പലരുടെ മേലും ആ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നേ ഞാൻ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നേ ഞാൻ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. വിട്ടുകൊടുക്കരുത്, പരിശുദ്ധനേ രാജാവേ ഒതുങ്ങിക്കൊടുക്കരുത്. അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. കൈ തൊടുന്നിടത്തല്ല ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. പഠിക്കോ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. അൺലിമിറ്റഡ് അനോയിന്റിംഗ്, ദൈവമേ പരിധിയില്ലാത്ത അഭിഷേകം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ. യേശു എന്റെ ഉപനിധിയേ. ഓ എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ. ഓ യേശു എന്റെ ഉപനിധിയേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. Everybody. വീരനാ ദൈവമേ അങ്ങേ അനുഭവിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധനേ രാജാവേ ആ കുഞ്ഞിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നു. പോയി പ്രാർത്ഥിക്ക്. പലരുടെ മേലും ആ തീ വന്ന് വീണോണ്ടിരിക്കുന്നു. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. വീരനാ ഓരോരുത്തരെ പ്രാർത്ഥിച്ചോ. വലിയ തീ വന്ന് വീണോണ്ടിരിക്കുന്നു. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. അനോയിന്റ് ചെയ്തോ. അതിന്റെ മേൽ കൈവച്ചോ. അങ്ങേ നാമിച്ചിടുന്നേ. ഭയങ്കര നിറവായിരിക്കുന്നു കർത്താവ്. യേശു ഇപ്പോൾ തന്നെ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നേ. പരിശുദ്ധനേ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പലരുടെ മേലും പരിശുദ്ധനേ പലരുടെ മേലും അങ്ങേ വാഴ്ത്തിയിടുന്നേ. പലരുടെ മേലും വീരനാ പരിധികളെ പൊളിച്ചുകൊണ്ട്, അങ്ങേ നാമിച്ചിടുന്നേ. അതിർത്തികളെ ഭേദിച്ചുകൊണ്ട്, പരിധികളെ പൊളിച്ചുകൊണ്ട് താഴ്വരയായാലോ എൻ കൂടെ ഇരിക്കുന്നോരേ. പാറയാണേശു, പരിചയാണേശു, എൻ കൂടെ ഇരിക്കുന്നോനാ. പാറയാണേശു, പരിചയാണേശു, എന്നുള്ളിൽ ഇരിക്കുന്നോനാ. പാറയാണേശു, പരിചയാണേശു, എന്നുള്ളിൽ ഇരിക്കുന്നോനാ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചി. ഒതുങ്ങി കൊടുക്കരുത്. പരിശുദ്ധനേ രാജാവേ ഞാൻ അവകാശിയാ. വാഴ്ത്തിയിടുന്നീരാ. അനാഥനല്ല ഞാൻ. ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ ലോകരാജ്യങ്ങളിലേക്ക് അങ്ങേ എന്തോ വലുത് പകരുന്നു. വീരനാ സ്വീകരിക്കുക. ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനാ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. പരിശുദ്ധനാ ദൈവമേ അങ്ങേ പരിശുദ്ധനാ രാജാവേ പൊട്ടി പൊട്ടി വീണോണ്ടിരിക്കുന്നു. വീരനാ ദൈവമേ ഈ കുഞ്ഞിന്റെ നെഞ്ചിലേശു തൊടുന്നു. രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. ദൈവശക്തി അവന്റെ മേൽ അടിക്കുന്നു. ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവൻ എന്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവൻ എന്റെ എല്ലാമാണല്ലോ. എൻ പാറയാകുന്നവൻ, എൻ പരിചയായേശു, അവൻ എന്റെ എല്ലാമാണല്ലോ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. വീരനാ ദൈവമേ ജീവനില്ലാത്തവനെ കെട്ടിടത്തിലേക്ക് ഇറക്കിവിട്. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീരാ. വീരനാ ദൈവമേ
അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനായ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീരാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീരാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീരാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീരാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. ഒതുങ്ങി കൊടുക്കരുത്. രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീരാ. അവകാശിയാണെന്നുള്ള അറിവിൽ വളരുക. ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നേ. ഓരോരോ രോഗങ്ങൾ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നേ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധന രാജാവ അങ്ങേ വാഴ്ത്തിടാമോ ഞാൻ. വീരനാം ദൈവമ അങ്ങേ സ്തുതിച്ചിടാമോ. ഓ പരിശുദ്ധന രാജാവ വീരനാം ദൈവമേ പരിശുദ്ധന രാജാവേ അങ്ങേ വാഴ്ത്തിടാമോ. ജിയോ വർഷിപ്പിന്റെ ഒരു പുതിയ റലം ഇപ്പൊ തുറക്കപ്പെടുന്നു. ജീവന അഭിഷേകത്തിന്റെ ഒരു പുതിയ തലം ഇപ്പൊ തുറക്കപ്പെടുന്ന എനിക്ക് കാണാൻ കഴിയും. ആമേൻ ആമേൻ. വർഷിപ്പിന്റെ ഒരു നെക്സ്റ്റ് റലമായിരിക്കും അടുത്ത ആഴ്ച മുതൽ ഇവിടെ കാണാൻ പോകുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു തലം സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഓ ഈ സമയത്ത് കർത്താവെ രോഗികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അവരുടെ കരം എവിടെയാ എടുത്തു വെച്ചിരിക്കുന്നത് അവിടേക്ക് കർത്താവിന്റെ കരം ഇപ്പൊ ചലിക്കട്ടെ. ഓഫ് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പഴക്കം ചെന്ന രോഗങ്ങൾ മുതൽ സകല രോഗവേരുകളും ഇന്നിവിടെ പറയട്ടെ. അവരുടെ കൈയിരിക്കുന്നതിന്റെ മേളിൽ കർത്താവിന്റെ കൈ വെച്ചാട്ടെ. ഓപ്പറേഷൻ വെച്ചത് ഇപ്പൊ ക്യാൻസൽ ആവട്ടെ. ഓരോ ശരീരങ്ങളിലേക്കും ദിവ്യ ജീവൻ കയറട്ടെ, ദിവ്യ ജീവൻ കയറട്ടെ. ഉയർത്തെഴുന്നേറ്റവന്റെ മഹത്വം കയറട്ടെ. സൗഖ്യമാവട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ മകള് സൗഖ്യമാവുന്നു. വിളിച്ചേ, എന്നെ വിളിച്ചേ, എന്നെ വിളിച്ചേ, ചേച്ചി വിളിച്ചേ. വേമ്പ വേമ്പ വേമ്പ, നിങ്ങൾ സൗഖ്യമാവുന്നു. അങ്ങോട്ട് മാറിയുന്നു. ഇങ്ങോട്ട് നോക്ക. ഈ സമയത്ത് കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ വലത്തെ ചെവിയെ യേശു തൊടുന്നു. എന്നെ വലുതാ വലത്തെ ചെവിക്ക്. എത്ര വർഷമായി ഈ സമയത്ത് ആ ചെവി കർത്താവ് തിരികെ തരുക. അതുപോലെ തന്നെ നിങ്ങളുടെ നട്ടലിന്റെ ഇത് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിപ്പുണ്ട് അല്ലേ? നട്ടലിന് വളവ പുറത്തേക്ക് തള്ളി നിൽക്കുക. ആദ്യമായിട്ടാണ് ഇന്ന് വരുന്നേ. ഓഫ്, ഈ മകളുടെ മേലേക്ക് ദൈവശക്തി അടിക്കുന്നു. Get out. Sickness. ആ നട്ടല് സൗഖ്യമാവുന്നു. ചോദിക്കുന്ന അത്രയും പേരിലേക്ക് ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിൽക്കുന്ന പെൺകുഞ്ഞിനെ യേശു തൊടുന്നു. നമ്മളെ കൈ ഉയർത്തിക്കണം. കർത്താവിന്റെ അവിടെ 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 ചെവിയുടെ രണ്ട് സൈഡിൽ നിന്നും താഴേക്ക് ആ മോളെ യേശു തൊടുവാണേ. ആ പുറയിൽ ആ അമ്മച്ചെ മാറ്റി നിർത്തിക്കും. ഓഫ്,
Get out. In Jesus' name. ആ ശരീരത്തിൽ നിന്ന് അത് വിട്ടുപോകുന്നു. സഹോദരി, നിങ്ങളെ യേശു തൊടുന്നു കേട്ടോ. നിങ്ങൾ കാനഡയിലേക്ക് പോകുന്നത് ഒരു സൗഖ്യമായിട്ടാണ്. കൈ ഉയർത്തി പിടിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. നല്ലതായിട്ട് കൈ ഉയർത്തി പിടിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. കെസി നമ്മളെ പിടിച്ചോണം. ദൈവശക്തി മകളുടെ മേലെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാൻസൽ ആകുന്ന ഓപ്പറേഷൻ. ഇറങ്ങിപ്പോ. ആ ശരീരം യേശുവിന്റെയാണ്. സൗഖ്യമാവുക. ആണ്ടെ പോണു. അത് അഴിഞ്ഞു പോകുന്നു. ഇനി ആ മകൾക്ക് അത് വേണ്ട. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കഴിഞ്ഞു. ആ മകള് സൗഖ്യമായി കഴിഞ്ഞു. കഴിഞ്ഞ രാത്രിയിലും ആസ്മ കൊണ്ട് വീർപ്പ് മുട്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു പറയുന്നു. ഉറക്കം കെടുത്തി വന്ന ആസ്മ കഴിഞ്ഞ രാത്രിയിലും ആസ്മ കൊണ്ട് വീർപ്പ് മുട്ടിയ 6 പേരുണ്ട്. 6 കൈകൾ കാണട്ടെ. 1 2 കൈ ഉയർത്തിക്കോ. അങ്ങനെയുള്ളവർ പെട്ടെന്ന് കൈ ഉയർത്തിക്കോ. ആസ്മ 1 2 3 4. ഇനി 2 പേരൂടെ ഉണ്ട്. ഈ സമയത്ത് 5. ഒരാളൂടെ ഉണ്ട്. ഈ സമയത്ത് തന്നെ സൗഖ്യമാവുക. ഈ 6 പേരുടെ അടുക്കൽ നിൽക്കുന്നവർ അവരെ പിടിച്ചോണം. അവരിലേക്ക് ദൈവശക്തി ഇപ്പൊ പാഞ്ഞിറങ്ങാൻ പോവാ. പിടിച്ചോണം. ഈ അമ്മയെ പിടിച്ചോണം. ഈ അമ്മ സൗഖ്യമാവുന്നു. ഇവരുടെ തലയിൽ നിന്ന് എന്തോ ഒന്ന് ഇറങ്ങിപ്പോകുന്നു. പോണു. ഇറങ്ങിപ്പോ. വേണ്ട പോണു. അഴിയുക. അതിന് ഇനി നിൽക്കാൻ അധികാരമില്ല. സൗഖ്യമാവുന്നു. അച്ഛനോട് സൗഖ്യമാവുന്നു. യേശുവേ എന്ന് വിളിച്ചോ. വലിയ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പലരുടെ മേലും കർത്താവിന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുന്നു. യേശുവേ വിളിച്ചോ. യേശുവേ എന്നൊന്ന് വിളിച്ചോ. കർത്താവേ, ഈ സമയത്ത് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൊട്ടി അളിഞ്ഞ ശരീരങ്ങൾ സൗഖ്യമാവട്ടെ. ആ ചേച്ചി സൗഖ്യമാവുന്നു. ക്ഷമ വിളിച്ചേ. ചേച്ചി വിളിച്ചേ. ക്യാൻസറുകൾ കരിയുന്നു. ലൈൻ്റെ അഗ്രത്തിൽ നിൽക്കുന്ന ആ സഹോദരിയെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. വിളിച്ചോ. ഇങ്ങോട്ട് കൊണ്ടുപോയനെ. ഓടിക്കൊണ്ടുപോയനെ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നു. ഇറങ്ങിപ്പോ. പുറകിലേക്ക് ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പൊട്ടിപ്പോകാതെ. പ്രിയപിതാവേ, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ സകലവും അവിടുന്ന് ചെയ്ത് കഴിഞ്ഞു. ആ വിശ്വാസത്തിലുള്ള ആ ഉറപ്പിൽ ഞങ്ങൾ നിൽക്കുവോ എന്നറിയാൻ വേണ്ടിയുള്ള ഈ പരിശോധന ഞൊടി നേരത്തേക്ക് ഉള്ളത് ഞങ്ങൾ അറിയുന്നു. അതിനകത്ത് ഞങ്ങൾ പിടിച്ചു നിൽക്കും. കാരണം അതിനുവേണ്ടിയുള്ള കൃപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ കൃപയിൽ ഞങ്ങൾ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും. കർത്താവ്, ഇത് കഴിയുമ്പോൾ ഞങ്ങൾക്കറിയാം, തേജസ്സിനായി, മാനത്തിനായി, പുകഴ്ചയ്ക്കായി ഇതിനെ അങ്ങ് മാറ്റിമറിക്കുന്നതിനായി നന്ദി. ഓരോ വീടുകളിലേക്കും ഈ സമയത്ത് അഭിഷേകത്തെ അയച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രക്ഷ പ്രസിദ്ധമാവട്ടെ. ഓരോ വീടുകളിലും രക്ഷ പ്രസിദ്ധമാവട്ടെ. ക്രൂശിൽ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞോ അതിൻ്റെ മുഴുവൻ ഗുണവും ഈ നിന്റെ മക്കൾ അനുഭവിക്കട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.